എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 42ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഈ സീരീസ് ഓഫ് എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായി നമ്മളോടുള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ കെ എ മോഹൻ അങ്കിളാണ്. വെൽക്കം അങ്കിൾ. നമസ്കാരം. നമസ്തേ ഡോക്ടർ അജയ. നമസ്കാരം അങ്കിൾ. ഇന്നത്തെ സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് 3 എപ്പിസോഡുകളിലായിട്ട് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ പല ഡീറ്റെയിലിങ്സിലോട്ടാണ് കിടന്നത്. ആദ്യം നമ്മുടെ മാസ്റ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയുണ്ടായി. അതിനുശേഷം ലാസ്റ്റ് എപ്പിസോഡിൽ ആങ്കിൾ എന്താണ് 2 എക്സസൈസസ് ആണ് നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കൊടുത്തത് അല്ലേ? ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ സംസാരം മാത്രമല്ല അല്ലേ, ലിസണിങ്ങും കൂടെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. അപ്പം എന്താണ് ഡീപ് ലിസണിങ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, പിന്നെ സ്നേഹപൂർവ്വം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനെക്കുറിച്ച് അങ്കിളിനോട് വിശദീകരിക്കാമേ? ഹൃദയംഗവുമായ ആശയവിനിമയം എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം അതിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഗുരുപരമ്പരയുടെ ചിന്താധാരയിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോൾ ആഴത്തിലുള്ള ധ്യാനം AEIOU എന്ന സ്റ്റെപ്പിലൂടെ ആ ധ്യാനാവസ്ഥ നിലനിർത്തുക, ഇതാണ് ഹൃദയംഗവുമായ ആശയവിനിമയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതായത് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസാണ്. ആ പ്രാക്ടീസിലൂടെ നമ്മുടെ ബോധം വികസിക്കുന്നു. അങ്ങനെ വികസിച്ച ബോധമാണ് ഹൃദയംഗമായ ആശയവിനിമയത്തിന് നമ്മളെ പ്രാപ്തരാക്കുന്നത്. നമുക്കറിയാം, ഹാർട്ട്ഫുൾനെസ്സിലെ ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന എല്ലാം കൂടി ഒരു 2 മണിക്കൂറിന് താഴെയുള്ള പരിശീലന പദ്ധതിയാണുള്ളത്. ബാക്കി ഉള്ള 24 മണിക്കൂറിൽ ബാക്കിയുള്ള സമയം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ബാക്കി സമയം നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി
നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തും. ഇത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആശയവിനിമയത്തിൻ്റെ ഗുണനിലവാരം എന്നത് ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ കാണിക്കുന്നു എല്ലാ അർത്ഥത്തിലും, അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 2 എക്സർസൈസുകൾ നമ്മളോട് പരിശീലിക്കാൻ വേണ്ടി ദാജി പറഞ്ഞിരുന്നു. ഒരാഴ്ചയോളം അത് പരിശീലിക്കാനായിട്ട്. എന്തായിരുന്നു അത്? നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മളെ വീട്ടിലുള്ളവരായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമ്മൾ നമ്മളെ നിരീക്ഷിക്കുക. 2 സാഹചര്യം പറഞ്ഞു. ഒന്ന്, ആശയവിനിമയം മനോഹരമായി നടക്കുന്ന സമയത്ത് നമ്മുടെ ആന്തരിക നില എങ്ങനെയുണ്ടെന്ന് നമ്മൾ നിരീക്ഷിക്കുന്നു. ആ സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണോ കൂടുതൽ ശ്രവിക്കുകയാണോ എന്ന് ശ്രദ്ധിക്കും. മറ്റൊരു സാഹചര്യം, ആശയവിനിമയം ക്ലാഷ് ആവും. ആ സമയത്ത് നമ്മുടെ ആന്തരിക നില എങ്ങനെയുണ്ട്? ആ സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കുകയാണോ അതോ കൂടുതൽ ശ്രോതാവുകയാണോ? നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റുള്ളവർ യുക്തിയുക്തം തെളിയിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി വൃഥാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ സമയങ്ങളിലെല്ലാം നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള അവബോധം നമ്മുടെ ഉള്ളിലുണ്ടോ? ഈ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിച്ച് ഡയറിയിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോഴാണ് ഡയറിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സംവേദനക്ഷമത വർദ്ധിക്കും. വർദ്ധിച്ച സംവേദനക്ഷമത ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ നമ്മളെ പ്രാപ്തരാക്കും. ഇതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്കറിയാം, ഹൃദയംഗമമായ ആശയവിനിമയം, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ, ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവരും പരിശീലിക്കുന്നുണ്ട്. അതിൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ പ്രഭാവം എന്ന് പറയുന്നത് ആശയവിനിമയത്തിനപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ആത്മീയ നില അതിനെ ബാധിക്കുന്നു. ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള സന്തോഷത്തിനെ ബാധിക്കുന്നു പോസിറ്റീവായിട്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഉദ്ദേശങ്ങളും അതുപോലെ നമ്മുടെ ആന്തരിക നിലയും ബാഹ്യമായി നമ്മുടെ ആശയവിനിമയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ്. ആന്തരികമായ ഉദ്ദേശവും ആന്തരിക നിലയും നമ്മുടെ ആശയവിനിമയത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തത്, കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനി അതിൻ്റെ റിവേഴ്സ് ആലോചിക്കാൻ നമുക്ക്. അതായത് ബാഹ്യമായി നമ്മുടെ ജീവിത രീതി, നമ്മുടെ പെരുമാറ്റ രീതി, നമ്മുടെ ആശയവിനിമയം, ഇവയെല്ലാം നമ്മുടെ ആന്തരിക നിലയെ എങ്ങനെ ബാധിക്കുന്നു? നേരത്തെ തിരിച്ചല്ലേ നമ്മൾ ആലോചിച്ചത്. ഇതെല്ലാം, ഈ ബാഹ്യമായ രീതികൾ നമ്മുടെ ആന്തരിക നിലയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ആലോചിക്കാം. ഇതിന് നമ്മുടെ ഒരു ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പരിശീലക അവരുടെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. അവരൊരു ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ട്രെയിനിങ് ആണ്. സ്കോട്ട്ലൻഡിലെ ജയിലിലെ സൂപ്പർവൈസേഴ്സിനാണ് ട്രെയിനിങ്. പ്രിസൺ ഗാർഡ്സ്, സ്കോട്ട്ലൻഡിലെ പ്രിസൺ ഗാർഡ്സിനാണ് ട്രെയിനിങ് പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ പേര് ഫ്രം കസ്റ്റഡി ടു കെയർ എന്നാണ്. അപ്പം അതിൽ ഈ പ്രിസൺ ഗാർഡ്സിനെ ട്രെയിൻ ചെയ്യുന്ന വിഷയങ്ങൾ ആഴത്തിലുള്ള
ലിസണിങ്, അല്ലെങ്കിൽ എങ്ങനെ നല്ല ശ്രോതാവാകും, പിന്നെ എങ്ങനെ പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കാം, ഗ്രൂപ്പായിട്ട് എങ്ങനെ നമുക്ക് പരസ്പരം സഹായിക്കാം. ഇതൊക്കെയാണ് ഈ ജയിലിലെ സൂപ്പർവൈസേഴ്സ് പ്രിസൺ ഗാർഡ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊടുത്തിട്ടുള്ള സബ്ജക്ട്സ്. അപ്പോൾ തുടക്കത്തിൽ ഈ പ്രിസൺ ഗാർഡ്സ് ഒന്നും പരിശീലകമായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഹൃദയം തുറന്ന് ആശയവിനിമയം നടത്തുക എന്ന് അവർക്കൊരു ശീലമില്ല. കാരണം അവർ ടഫ് ലൈഫാണ്. അവരുടെ ആശയവിനിമയം എന്ന് പറയുന്നത് എന്തിനാണ് ഒരു സാധാരണ ഉപയോഗിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവർക്ക് ഓർഡർ കൊടുക്കാൻ, മറ്റുള്ളവരോട് കൽപ്പന പുറപ്പെടുവിക്കാനും, അതുപോലെ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ കളിയാക്കാനും. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിരിമുറുക്കം കുറയ്ക്കാൻ അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൃദയം തുറന്നുള്ള ആശയവിനിമയ രീതി അവർക്ക് പരിചയമില്ല. അതുകൊണ്ടാണ് അവർ സഹകരിക്കാത്തത്. അപ്പോൾ അവർ ഈ പരിശീലകയെ ഇടയ്ക്ക് കളിയാക്കും, നിസ്സഹകരണം കാണിക്കുന്നത് അങ്ങനെയാണ്. ഓരോ ദിവസം രാവിലെ ആയി കഴിഞ്ഞാൽ പരിശീലകയോട് പറയും, നിങ്ങളുടെ ഈ ശൂന്യാകാശ പേടകം നിങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇവർ ഒരു അന്യഗ്രഹ ജീവിയാണെന്നുള്ള അർത്ഥത്തിൽ ആണ് ഈ പറയുന്നത്. പിന്നെ അങ്ങനെ തുടർന്നു. കുറേശ്ശെ കഴിഞ്ഞപ്പോൾ സാവധാനത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അതായത് ഒരു വട്ടത്തിലിരുന്നു കൊണ്ട് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് ഒരു സംരക്ഷണമാണെന്ന് അവർക്ക് മനസ്സിലായി, ഒരു സേഫ്റ്റിയാണ്, സെക്യൂരിറ്റിയാണെന്ന് മനസ്സിലായി. അതുപോലെ അവരുടെ നിലവിലുള്ള ശീലവിധേയത്വത്തിൽ നിന്ന് അവർക്കൊരു മോചനം, ഒരു മോക്ഷപ്രാപ്തി പോലുള്ളൊരു ആശ്വാസം അവർക്ക് അനുഭവപ്പെട്ടു ഈ ആശയവിനിമയത്തിൽ. അപ്പോൾ അവർ പറയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു ശരീരം മുഴുവൻ ടാറ്റു അടിച്ചിട്ടുള്ള, ശരീരത്തിൽ മുഴുവൻ മുറിവുണങ്ങിയ പാടുകളുള്ള, നല്ല ഉറച്ച ശരീരമുള്ള ഒരു പ്രിസൺ ഗാർഡ് അദ്ദേഹം കരയാൻ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്. അദ്ദേഹം പറഞ്ഞു, ഈ ജയിലിലെ ഈ ജോലി നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും ജയിലിലാക്കിയിരിക്കുന്നു, തുറുങ്കിലടച്ച പോലെ. ഈ ജോലിക്ക് കരുണ, അനുകമ്പ, ദയ, ഈ വക ഗുണവിശേഷങ്ങൾക്കൊന്നും ഈ ജോലിയിൽ പ്രാധാന്യമില്ല എന്ന രീതിയിലായിരുന്നു നമ്മൾ ഇതുവരെ പെരുമാറിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ സാധാരണ മറ്റുള്ളവരൊക്കെ കളിയാക്കുക ചെയ്യുക, പക്ഷെ ആരും കളിയാക്കിയില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടാൻ തുടങ്ങി. അവസാനമായപ്പോഴേക്കും അതിൽ സഹകരിക്കാത്ത ഒന്നോ രണ്ടോ പേര് അവരെ ഗ്രൂപ്പിലുള്ളവർ തമാശ രൂപത്തിൽ കളിയാക്കിയിട്ട് ഡൈനോസേഴ്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഹൃദയംഗവുമായ ആശയവിനിമയത്തിൻ്റെ പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു കളിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഉണ്ടായിരുന്ന ആശയവിനിമയം എന്നത്. അപ്പോൾ വേറൊരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി ഒരു യാത്ര പോകാമെന്നായിരിക്കുക, ബന്ധുക്കളുമുണ്ട്, ട്രെയിനിലാണ് യാത്ര. അപ്പോൾ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഭാര്യയെ ഏൽപ്പിച്ചു, സൂക്ഷിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ട്. അത് യാത്ര ചെയ്യേണ്ട ദിവസമായി. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഒരു ടാക്സിയിൽ. പകുതി ദൂരം എത്തിയപ്പോഴാണ് മനസ്സിലായത് ഭാര്യ ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി.
അപ്പോൾ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു. വേഗം ടാക്സി തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ടിക്കറ്റ് എടുത്ത് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ ഏകദേശം ട്രെയിനിൻ്റെ സമയമായിരിക്കും. ട്രെയിൻ എത്തേണ്ട സമയമായി. അപ്പോൾ ഭർത്താവ് പറയാണ് ഭാര്യയോട്, അപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കരുത്, അത് ഏൽപ്പിച്ചാൽ അത് അബദ്ധത്തിലേ കലാശിക്കുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ? അപ്പം ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഇന്ന് നമുക്ക് ട്രെയിൻ കിട്ടില്ല, അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. ഇപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണെന്ന് ബോധ്യമായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇത്തരം നിർദ്ദയമായ വാക്കുകൾ, അൺകൈൻഡ് വേർഡ്സ്, അതൊരിക്കലും ഭാര്യയോ അല്ലെങ്കിൽ ബന്ധുക്കളോ മറക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള തർക്കങ്ങളാണ് സാധാരണ രീതിയിൽ നമ്മളുടെ ജീവിതത്തിലെ ആശയവിനിമയം. ഇപ്പോൾ തർക്കത്തിൽ ഞാൻ ജയിച്ചു, ആ പ്രക്രിയയിൽ എനിക്ക് എൻ്റെ സുഹൃത്തിനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ബന്ധുവിനെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭാര്യയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ പറ്റും? ദിവസത്തിൻ്റെ അവസാനമാകുമ്പോൾ നമുക്ക് ശാന്തിയും സന്തോഷവും ഫീൽ ചെയ്യുമോ, അനുഭവിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഹൃദയംഗമമായ ആശയവിനിമയത്തിൽ നമ്മൾ പറയുന്നത്, രണ്ട് സാഹചര്യം: ശരിയായ തീരുമാനം എടുക്കുക എന്നുള്ള ഒരു ചോയ്സ്, മറ്റൊരു ചോയ്സ് ദയാപൂർവമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നുള്ളത്. ഈ സമയത്ത് നമ്മൾ എടുക്കേണ്ട ചോയ്സ് എന്താണെന്ന് വെച്ചാൽ ദയാപൂർവമായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടത്. ബീയിങ് കൈൻഡ്, ബീയിങ് റൈറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് റൈറ്റ്, ബീയിങ് കൈൻഡ് ആണ് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനിലെ ഓപ്ഷൻ. നമ്മൾ പറഞ്ഞിരുന്നു, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, കരുണയാണ് ധർമ്മത്തിൻ്റെ ഉദാത്തമായ മുഖം. നമ്മൾ പറഞ്ഞു, മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലും കരുണയും പൗരുഷവും കൂടി ചേർന്നാണ് ധർമ്മമായി മാറുന്ന സാഹചര്യം നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. ഇനി ഹൃദയംഗമമായ ആശയവിനിമയത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും മുൻവിധികളുമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആളോടാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നാട്ടുമ്പുറത്തൊരു ചൊല്ലുണ്ട്, ഇഷ്ടമില്ലാത്ത കുട്ടി തൊടുന്നതെല്ലാം കുറ്റമാണ്. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ ജീവിതത്തിലെ ആശയവിനിമയം. അപ്പോൾ ഈ ഇഷ്ടാനിഷ്ടങ്ങളും മുൻവിധികളും നമ്മളെ ഹൃദയംഗമമായ ആശയവിനിമയത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. എങ്ങനെ? നമ്മൾ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ നമ്മളുടെ മുൻവിധി കൊണ്ട് ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറയും. ഈ ഇടയ്ക്ക് കയറി എന്തെങ്കിലും പറയുന്നതിന് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് നമ്മളെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷനിൽ പറയുക. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോഴല്ലേ അതിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുള്ളൂ. അത് ബ്രേക്ക് ചെയ്താൽ ഫ്ലോ ഈസ് ലോസ്റ്റ് എന്ന്. അപ്പോൾ ഇത് രണ്ടും ഹൃദയംഗമമായ ആശയവിനിമയത്തിന് തടസ്സമാണ്. നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ ധ്യാനവും ശുദ്ധീകരണവും ഇതിന് നല്ലൊരളവ് വരെ പരിഹാരം. ധ്യാനത്തിൽ എന്ത് സംഭവിക്കുക? നമ്മുടെ ഹൃദയത്തിലുള്ള യാഥാർത്ഥ്യത്തിൻ്റെ പ്രവാഹവുമായി നമ്മൾ ബന്ധപ്പെടും. ശുദ്ധീകരണത്തിലൂടെ നമ്മുടെ മുൻവിധികൾ ഇതെല്ലാം നീക്കം ചെയ്യുന്നു. പ്രജുഡിസ് നമ്മൾ നീക്കം ചെയ്യുന്നു. അപ്പോൾ ആശയവിനിമയം മനോഹരമാകും. അപ്പോൾ ധ്യാനവും ശുദ്ധീകരണവും നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുന്നു. അതായത് നമ്മൾ എന്താണ് നമുക്ക് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാനാണെങ്കിൽ മാത്രമേ
നമുക്കത് മാറ്റാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മുടെ ആശയവിനിമയത്തിൽ നമ്മൾ ആവർത്തിച്ച് പറയുന്ന എന്തെങ്കിലും, ആവർത്തിച്ച് നമ്മളുടെ ആശയവിനിമയത്തിൽ എന്തെങ്കിലും രീതികളുണ്ടോ? മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ കയറി ഇടപെട്ട് ഈ സർക്യൂട്ട് ബ്രേക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ ബോധവാനായിരിക്കണം. നമുക്കത് അറിയില്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോടോ നമ്മൾ ചോദിക്കണം, എൻ്റെ ആശയവിനിമയ രീതിയിൽ ഞാൻ തുടർച്ചയായിട്ട് ആവർത്തിച്ച് മറ്റുള്ളവർക്ക് അരോചകമാക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ശ്രവിക്കാതെ അതിൽ കയറി ഇടപെട്ട് സംസാരിക്കുന്നുണ്ടോ എന്ന്. നമ്മുടെ ഹാർട്ട്ഫുൾ ഈ ഹൃദയംഗമമായ ആശയവിനിമയം അല്ലെങ്കിൽ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു പരിശീലക ഒരു അനുഭവം പറയുന്നുണ്ട്. അവരൊരു അധ്യാപികയും കൂടിയാണ്. അപ്പോൾ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അവർക്ക് ഈ ലിസണിങ് എന്ന് പറയുന്ന പരിപാടി തീരെ ഇല്ല, ശ്രവണമേ ഇല്ല. അപ്പോൾ ഒരിക്കൽ ഈ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു ചർച്ചയാണ്. അതായത് വിദ്യാഭ്യാസത്തിലെ നൂതനമായ പരിഷ്കാരങ്ങളെക്കുറിച്ചാണ് ചർച്ച. അപ്പോൾ നമ്മുടെ ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ്റെ പരിശീലകരായിട്ടുള്ള അധ്യാപിക ഈ ശ്രവണം ഇല്ലാത്ത അധ്യാപികയുടെ നേരെ നോക്കി പറഞ്ഞു, ഞാൻ ഈയിടെയായിട്ട് എട്ടുകാലികളെ വായിക്കാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. അത് വളരെ എളുപ്പമാണ്, കാരണം ഞാൻ എല്ലാ ദിവസവും അവരുടെ കൂടെ യോഗ പരിശീലനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ ശ്രവണമില്ലാത്ത അധ്യാപിക അതിന് പ്രതികരിക്കുകയാണ്, ഞാൻ നിങ്ങളോട് ബെറ്റ് വയ്ക്കുന്നു, നിങ്ങളുടെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലുള്ളതുപോലെയുള്ള 50 എണ്ണം നിങ്ങളുടെ ക്ലാസ്സിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഇവർ എട്ടുകാലികളെയാണ് വായിക്കാൻ പരിശീലിപ്പിക്കുന്നതെന്നും അവരുടെ കൂടെയാണ് യോഗ പരിശീലനം ചെയ്യുന്നതെന്ന് പറഞ്ഞതും ഇവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പം ഇത് കേട്ടപ്പോൾ മറ്റ് അധ്യാപകരൊക്കെ ചിരിക്കാൻ തുടങ്ങി. എന്തിനാണ് അവർ ചിരിക്കുന്നതെന്ന് പോലും ഇവർക്ക് അറിയുന്നില്ല. അപ്പോൾ വേറൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പരിപൂർണമായിട്ട് അവിടെ പ്രസൻ്റ് ആണോ? നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും പൂർണ്ണമായി അവിടെ സന്നിഹിതനായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ഹൃദയത്തിൻ്റെ താളം നമുക്ക് മനസ്സിലാവൂ. ആത്മീയതയിൽ കുറച്ചും കൂടി ഒരു പടി കൂടി കടന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ശ്രവണം അല്ലെങ്കിൽ ലിസണിങ് എന്നുള്ള കഴിവ് ഉണ്ടെങ്കിൽ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ഒരുപോലെ അവരുടെ മുദ്രകളിൽ നിന്നുള്ള മോചനമുണ്ട്. അപ്പോൾ ആശയവിനിമയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശ്രവിക്കുക അല്ലെങ്കിൽ ലിസണിങ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനനം ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 ചെവിയുണ്ട്, 2 കണ്ണുണ്ട്, ഒരു വായ് മാത്രമേ ഉള്ളൂ, ഒരു ഹൃദയം മാത്രമേ ഉള്ളൂ. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മനനം ചെയ്യുകയാണെങ്കിൽ ഹൃദയംഗമമായ ആശയവിനിമയത്തിൽ ലിസണിങ് അല്ലെങ്കിൽ ശ്രവണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു SMS വന്നിരിക്കുക, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ്, അല്ലെങ്കിൽ ഒരു മെയിൽ രാജി സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അത് നമ്മൾ അയക്കുന്നതിന് മുമ്പ് ആ സെൻഡ് ബട്ടൺ അമർത്തുന്നതിന് മുമ്പ് ഒന്നും കൂടി അത് വായിച്ചു നോക്കുക. നമ്മൾ നോക്കുക, നമ്മുടെ ഈ മെസ്സേജ് പരസ്പര ബഹുമാനത്തിൻ്റെ ഭാഷയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കരുണാപൂർവമായിട്ടുള്ള മെസ്സേജാണോ അത്? ഈ 2 കാര്യങ്ങൾ അദ്ദേഹം ചെക്ക് ചെയ്യാൻ പറയണം നമ്മൾ അത് അയക്കുന്നതിന് മുമ്പ്. എന്താ കാരണം എന്ന് വെച്ചാൽ, പറയുന്ന വാക്കുകൾ ആളുകൾ പെട്ടെന്ന് മറന്നു പോകും. പക്ഷേ റിട്ടേൺ മെസ്സേജ്, എഴുതിയിട്ടുള്ള സന്ദേശങ്ങൾ ഒരിക്കലും ആളുകൾ മറക്കില്ല.
അപ്പോൾ ഇനി മറ്റൊരു സംഗതി നമ്മളെ ആശയവിനിമയത്തിനെ മനോഹരമാക്കുന്നത് പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രങ്ങളിലെ അഷ്ടാംഗ യോഗ പദ്ധതി, പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ യമനിയമങ്ങൾ ആഴത്തിൽ നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആശയവിനിമയത്തിന് വളരെ ഗുണകരമാണ്. എന്താണ് യമനിയമങ്ങൾ എന്ന് പറഞ്ഞാൽ? യമം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീക്കം ചെയ്യേണ്ടത്. യമധർമ്മരാജ്യം നമ്മൾ നീക്കം ചെയ്യേണ്ടത്. നിയമം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ഇതാണ് യമനിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യമം അതിന് 5 ഘടകങ്ങളുണ്ട്, നിയമം 5 ഘടകങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, യമം എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. നിയമം എന്ന് പറയുന്നത് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വർ പ്രണീതം. ഈ 10 ഘടകങ്ങളും ഹൃദയംഗമമായ ആശയവിനിമയത്തിന് പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങൾ. ഉദാഹരണത്തിന് യമം, അതിലത്തെ ആദ്യത്തെ ഘടകം അഹിംസയാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിംസ എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്നർത്ഥം. മറ്റ് ജീവികളുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് ഇടപെടുക. അപ്പോൾ അഹിംസ എന്ന് പറഞ്ഞാലോ ഇടപെടാതിരിക്കൽ, നോൺ ഇൻ്റർഫിയറൻസ് ആണ്. ആശയവിനിമയത്തിൽ നമ്മളത് പറഞ്ഞു. എന്താണ്? മറ്റുള്ളവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ അവരെ ഹൃദയം മുറിവേൽക്കും. അത് ഹിംസയാണ്, അവരെ ഹിംസിക്കുന്ന പോലെയാണത്. അതുകൊണ്ടാണ് അഹിംസ ഹൃദയംഗമമായ ആശയവിനിമയത്തിന് അനിവാര്യമാണെന്ന് പറയാൻ കാരണം. നേരത്തെ പറഞ്ഞു, ഇവിടെ ഹിംസ എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രേക്കറാണ്, ഇടയ്ക്ക് കയറി നമ്മൾ ഇടപെടുകയാണ്. അതുപോലെ മറ്റ് 10 ഘടകങ്ങളും ഉപയോഗപ്രദമാണ്. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാതിരിക്കാൻ കാരണം, ഈ യമനിയമങ്ങൾ മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് എടുത്തിട്ടുണ്ട്. അത് വ്യൂവേഴ്സിനെ വീണ്ടും വേണമെങ്കിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് നമ്മളതിനെ എല്ലാ ഘടകങ്ങളിലേക്കും വീണ്ടും പോകുന്നില്ല. മറ്റൊരു പ്രധാന വസ്തുത ഹൃദയംഗമമായ ആശയവിനിമയത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഈ ആശയവിനിമയം നടത്തുന്ന സമയം അത്രയും നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് എന്നുള്ള അവബോധം നമ്മളിലുണ്ടാവും. ഇത് വളരെ പ്രധാനം. അപ്പോൾ നമുക്ക് തോന്നും, സാധാരണ നിലയ്ക്ക് നമ്മൾ പലരും വ്യത്യസ്തരാണെന്ന് തോന്നുമെങ്കിലും വ്യത്യസ്തതയേക്കാൾ കൂടുതൽ നമുക്ക് സാമ്യങ്ങളാണ് മനുഷ്യർക്ക്. ഉദാഹരണത്തിന് നമ്മൾ സുഷുപ്തി, ഉറക്കം, വിശപ്പ്, ദാഹം, ശരീരത്തിൻ്റെ വേദന എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്, അല്ലേ? അപ്പോൾ വ്യത്യസ്തതകളേക്കാൾ കൂടുതൽ സാമ്യമാണ്. മാത്രമല്ല, ആഴത്തിൽ, ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നതാണ് വസ്തുത. ഇത് ശാസ്ത്രീയമായിട്ടും തെളിയിക്കപ്പെട്ടാണ്. അതാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആഴത്തിൽ, നമ്മുടെ ബോധത്തിൻ്റെ ആഴത്തിൽ നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ്, പരസ്പരം ക്ഷേമമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ഹൃദയംഗമമായ ആശയവിനിമയത്തിൽ എപ്പോഴും നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ള അവബോധം നിലനിർത്തണമെന്ന് പറയാൻ കാരണം. ഇനി നമുക്കറിയാം, നമ്മൾ പരസ്പരം കണക്റ്റഡ് ആണ് എന്ന വസ്തുതയ്ക്ക് ദാജി ഒരു പ്രാക്ടീസ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നു. പല വീടുകളിലും ഉണ്ടാവാം അത്. എങ്കിലും അദ്ദേഹം പറയുന്നു, ഒരു ഫാമിലി, കുടുംബത്തിനെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള വസ്തുതയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുക. മറ്റൊന്ന്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അദ്ദേഹം പറയും, ഭജൻ ആൻഡ് ഭോജൻ ടുഗദർ.
ഭജൻ എന്ന് പറഞ്ഞാൽ ധ്യാനം, ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഇത് കുടുംബം പരസ്പരം കണക്റ്റഡ് ആണ് എന്ന ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ നിലനിർത്തും. ഇനി ഹൃദയംഗമമായ ആശയവിനിമയത്തിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. താങ്ക് യു. നമസ്കാരം. താങ്ക് യു അങ്കിൾ. വളരെ രസകരമായ ചെറുകഥകളിലൂടെ വലിയൊരു കാര്യമാണ് ഡീപ്പ് ലിസണിങ് എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ ലളിതമായി നമ്മുടെ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തവരുടെ എക്സ്പീരിയൻസിലൂടെ അങ്കിൾ ഷെയർ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് സ്നേഹത്തോടുകൂടി ആ ഒരു സാധനയുടെ അടിസ്ഥാനമാക്കി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറയുകയുണ്ടായി. അങ്കിളിൻ്റെ ഒരു ബ്രീഫിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. എന്താണ് ഇതിന് മുമ്പ് പറഞ്ഞത്, ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇനിയുള്ള ഫർദർ പ്രാക്ടീസിലോട്ടും എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തവണ നമുക്ക് പ്രാക്ടീസിൽ ഡീപ്പ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? അത് ഡീപ്പായിട്ട് എങ്ങനെയാണ് നമുക്ക് വരുന്ന ആഴ്ചകളിൽ ഇൻ്റർഫിയർ ചെയ്യാതെ എങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് ലിസൺ ചെയ്യാം, ഒരു ശ്രോതാവാം എന്നുള്ളതിനെ കുറിച്ച് അത് പ്രാക്ടീസ് ചെയ്യാമെന്ന് എനിക്ക് ഒരു പ്രേക്ഷക എന്ന നിലയിൽ അത് ഇൻസ്പയർഡായി ഇന്നത്തെ സെഷനിലൂടെ. സോ താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നമുക്ക് ധ്യാനത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ എപ്പിസോഡ് കാണുന്നവർക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് പറയാം. അതായത് ഹൃദയത്തിലൊരു ദിവ്യപ്രകാശം ഉണ്ടെന്നും ആ പ്രകാശം നമ്മുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലൂടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ വരികയാണെങ്കിൽ തിരിച്ച് ഹൃദയത്തിലേക്ക്, ആ ദിവ്യപ്രകാശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരല്പനേരം ധ്യാനിക്കാം. അതിനുശേഷം യൂണിവേഴ്സൽ പ്രേയറിലൂടെ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യും. ഈ രണ്ടും നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഉള്ളിലും സ്നേഹം, ഭക്തി, വിശ്വാസം, സാഹോദര്യം നിറയുന്നു എന്ന സങ്കല്പത്തിൽ 15 മിനിറ്റ് നമുക്ക് 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന ചെയ്യും. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.